ശ്രീ ശ്രീപത്മനാഭൻ, സേനാപതി വേണുവിൻ്റെ വിമർശനങ്ങൾ അങ്ങ് കേട്ടുകാണും എന്ന് കരുതുന്നു. ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇതുപോലെ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ അഭിപ്രായം വലിച്ചഴക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ എന്താ പറയാ നിസ്സാരമായ രീതിയിൽ, സില്ലിയായ രീതിയിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്. അപ്പൊ ചർച്ച ഗൗരവത്തിൽ തന്നെ നടക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, പോസ്റ്റ് കോൾഡ് വാർ എര, അതായത് ശീത സമരാന്തര കാലഘട്ടത്തിൽ സ്ഥിരം മിത്രങ്ങളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല, അങ്ങനെ ഒരു സങ്കല്പമില്ല. ശരിയാണ്, റഷ്യ നമ്മുടെ ഒരു പഴയ മിത്രമാണ്, അങ്ങനെ പല പഴയ മിത്രങ്ങളും നമുക്കുണ്ട്. പക്ഷെ ഇന്ന് വേൾഡ് ഒരു മാർക്കറ്റാണ്, ഒരു വലിയ കമ്പോളമാണ് ലോകം. എല്ലാവരും അവനവന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ കമ്പോളത്തിൽ വരുന്നതും ഇടപാട് നടത്തുന്നതും. ഈ കമ്പോളത്തിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല, അന്നന്നത്തെ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത് ഇന്നലകളിൽ ചൈന എന്ത് ചെയ്തു അല്ലെങ്കിൽ നാളെ ചൈന എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് ജയശങ്കർ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് എവിടുന്നാണോ എണ്ണ കിട്ടുന്നത് അവിടുന്ന് നമ്മൾ എണ്ണ വാങ്ങും. നമുക്ക് എവിടുന്നാണോ ഏറ്റവും നല്ല രീതിയിൽ ഇടപാട് നടത്താൻ പറ്റുന്നത് അവിടുന്ന് നമ്മൾ ഇടപാട് നടത്തും. അത് നാളെ എന്താവും എന്ന് ആലോചിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചൈനയുടെ കാര്യത്തിലും നമുക്ക് അത്രയേ ഉള്ളൂ. ഇന്ന് ചൈന നമ്മളുമായി നല്ല രീതിയിൽ വ്യാപാരം നടത്താൻ തയ്യാറുണ്ടെങ്കിൽ ഓക്കെ, നാളെ ചൈന അങ്ങനെ അല്ലെങ്കിൽ ചൈനയുമായി നമുക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കത്തിൽ എടുത്ത നിലപാടിൽ നിന്നും വ്യക്തമാവുന്നത്. അമേരിക്ക നമ്മുടെ സുഹൃത്താണ്, പക്ഷെ അമേരിക്ക നമ്മളുമായി വ്യാപാര ഇടപാടിൽ അമേരിക്ക തെറ്റായ സമീപനം സ്വീകരിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ തേടിപ്പോയി, അല്ലെങ്കിൽ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനെ തേടിപ്പോയി. അപ്പോൾ നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, നമ്മുടെ വ്യാപാരത്തിന്റെ താല്പര്യമാണ് നമ്മുടെ താല്പര്യം. അതിൽ ശത്രുക്കളും മിത്രങ്ങളും സ്ഥിരമായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇന്നത്തെ ലോക വ്യവസ്ഥയുടെ യാഥാർത്ഥ്യമക.